ഹലോ ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഈ ചുരിദാർ ഞാൻ വരുന്ന വഴി വാങ്ങിച്ചതാണ് കേട്ടോ, കോഴിക്കോട് നിന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 500 രൂപയാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കറുത്ത പാൻറ്റ് ഇവിടെ ഇട്ടത് കേട്ടോ, ചുരിദാറല്ല ടോപ്പ് മാത്രം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ നല്ല ചേർച്ച ഉണ്ടെന്നാണ് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ലൈനർ വരച്ചു, പിന്നെ ലിപ് ബാം ഇട്ടു. അങ്ങനെ അങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെയാണ് കേട്ടോ. ഒരുങ്ങിയില്ലേ ഒരുങ്ങത്തില്ല, ഒരുങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുങ്ങും കേട്ടോ ഗൈസ്. മാലയും കമ്മലൊക്കെ എന്നേ ഞാൻ ഊരിക്കളഞ്ഞ്. ഈ മാലയും കമ്മലും ഇടാതെയും ഒരുങ്ങാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഒരുങ്ങാതെ നടക്കുന്നേ കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നു. ഒരുങ്ങി കഴിഞ്ഞാൽ ഒരുമാതിരി പുട്ടി അടിച്ച് കണക്കിരിക്കും. എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ ഒരുങ്ങിയ ഫോട്ടോയൊന്നും കാണാൻ കൊള്ളത്തേയില്ല. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഭയങ്കര ബോറാണ്. പക്ഷെ ഞാൻ ഒരുങ്ങാതെ നടന്നു കഴിഞ്ഞാൽ ഓക്കെ, എനിക്കിഷ്ടമാണ്, അത് കുഴപ്പമില്ല എന്നൊരു തോന്നൽ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കിടക്കട്ടെ എന്ന് വെച്ച്. നമ്മളൊരു ആവശ്യമായിട്ട് പോവുമല്ലേ, അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇട്ട് കേട്ടോ. ഞാൻ പുതിയതായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്കാണേ. ആ ഷെയ്ഡ് കൊള്ളാമെന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ആയപ്പം ഓക്കെ. പിന്നെ ഒരു ചുംബനമൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ, ആർക്കെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഐലൈനർ വരയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. ഈ കുരയ്ക്കുന്നത് എൻ്റെ പൂപ്പിമോളും അപ്പുറത്തെ വാലിയും കൂടെ. അവർ രണ്ടുപേരും പെൺകുട്ടികളാണ് ഗൈസ്. രണ്ടുപേരും ഭയങ്കര നുണയും കുതിയും പറിച്ചില്ല, ഒരു കുരയാണ് കിടന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുമാരടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞ് അവളുമാർ മിണ്ടായിരിക്കത്തില്ല, ഭയങ്കര ശബ്ദമാണ്. പിന്നെ ഇപ്പം എൻ്റെ പൂപ്പിമോളും അപ്പുറത്തെ വാലിമോളും കൂടെ ഉറക്കമായതുകൊണ്ടാണ് ഈ വീഡിയോ ഡബ് ചെയ്യാൻ ഒരു സമയം കിട്ടിയത്. അല്ലെങ്കിൽ വീഡിയോ ഡബ് ചെയ്യാൻ പറ്റത്തില്ല, ഇവർ രണ്ടുപേരുടെ കുരയാണ് കിടന്ന്. അത് കഴിഞ്ഞ് ഐലൈനറൊക്കെ വരച്ചു. പിന്നെ ഐലൈനർ കൊണ്ട് തന്നെ ഒരു പൊട്ട് വെച്ച് കേട്ടോ. അപ്പോൾ പൊട്ട് വെച്ചപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നും വെക്കുന്ന പൊട്ട് തന്നെ വെച്ച് കേട്ടോ. ആ പൊട്ടേ എനിക്ക് ചേരത്തുള്ളൂ ഗൈസ്. ഞാൻ പൊട്ട് വെച്ച് തുടങ്ങി അന്ന് മുതൽ ഞാൻ ആ പൊട്ടാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് അതാണ് ഒരു ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ മാലയും കമ്മലൊന്നും ഇല്ല ഗൈസ്. എന്തോ എനിക്ക് ചില സമയങ്ങളിൽ എനിക്കിടാൻ തോന്നും, ചില സമയങ്ങളിൽ തോന്നത്തില്ല. അതെന്താണ് ദാസ നിനക്ക് ഇങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തോ ഇങ്ങനെ ആണ് എൻ്റെ സ്വഭാവങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചെന്നൊക്കെ എല്ലാവരും എന്നോട് പറയുന്നു. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ മുടി മൊത്തവും കൊഴിയുവാണ് ഗൈസ്, എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വിറ്റാമിൻ കുറവെന്ന് ഡോക്ടർ പറഞ്ഞ കണക്ക് ആയിരിക്കാം, ഇനി ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം. പിന്നെ എന്നും കിട്ടുന്ന സ്റ്റൈൽ അമ്മച്ചിക്കെട്ട്, ഇതേ എനിക്ക് ചേർത്തുള്ളൂ ഗൈസ്. അഴിച്ചിട്ട ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനൊരു പോക്കി സ്ലൈഡ് വാങ്ങിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ എല്ലാ ഫോട്ടോയിലും ഈ സ്ലൈഡ് മസ്റ്റാണ്. പിന്നെ ഇങ്ങനെ തന്നെ ഞാൻ മുടി എപ്പോഴും കെട്ടാറ്, ചിലപ്പോഴങ്ങാനൊക്കെ അഴിച്ചിടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഈ സ്ലൈഡൊക്കെ വെച്ച് പിന്നെ കുറച്ച് മുടിയൊക്കെ ഇറക്കിയിട്ടു. വാവ്, സ്റ്റൈൽ. പിന്നെ ഞാൻ കുറച്ച് നേരം പട്ടി ഷോ ഇറക്കി കേട്ടോ. പട്ടി ഷോ പൂപ്പി കേൾക്കണ്ട എന്നെ കൊല്ലും. എന്നോടൊക്കെ ഞാൻ എന്ത് ചതി ചെയ്തടി ചോദിക്കും. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടേക്കുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മാ.